നന്നാകില്ല. കാരണം അവന്റെ ഹൃദയം അല്ലാഹു സീൽ വെച്ചിരിക്കുകയാ. ഈ ലോകത്തിന്റെ അധിപനായ അല്ലാഹു സീൽ വെച്ചു. നിന്റെ മകന്റെ ചെവി അല്ലാഹു അടച്ചു വെച്ചിരിക്കുകയാ. നീ എത്ര വാഴ് പറഞ്ഞാല് കേൾക്കൂല, നിന്റെ മകള് കേൾക്കൂല. ആരെന്ത് പറഞ്ഞാലും അവര് കേൾക്കില്ല. ഫലമ്മാ സഹൂ അസാ അല്ലാഹു ഖുലൂബഹും വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. അല്ലാഹു പറയുകയാ, വഇൻ തദ്ഉഹും ഇലൽ ഹുദാ ഫലൻ യഹ്തദൂ ഇദൻ അബദാ. അവരുടെ ഹൃദയത്തിൽ ഈമാനിന്റെ വെളിച്ചം കേറൂല. ആരൊക്കെ തലകുത്തി നടന്നാലും പറ്റൂല. അല്ലാഹു അവനെ എഴുതി തള്ളിയിരിക്കുകയാണ് എന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ, പെങ്ങളെ നന്നാകണേ പെങ്ങള്, തലമറയ്ക്കണേ പെങ്ങള്, പടച്ചവനെ ഭയന്നുകൊണ്ട് ജീവിക്കണേ, അല്ലാഹുവിനെ മറന്നുകൊണ്ട് ജീവിക്കരുത്. പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ ഏത് മനുഷ്യന്റെയും ജീവിതത്തിലേക്ക് മാറ്റം വരുത്തുന്നതാണ്. അവന്റെ ഹൃദയങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങേണ്ടതാണ്. പടച്ചവരെ, ഫുളൈൽ ഇബ്നു അയ്യാദ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു. കൊട്ടേഷൻ സംഘത്തിന്റെ നേതാവാ. കൊട്ടേഷൻ സംഘത്തിന്റെ നേതാവാ. ഫുളൈലിന്റെ ഏറ്റവും വലിയ ഹോബി എന്തെന്നറിയോ? ഒരു പെണ്ണിനെ കണ്ട, ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ട, അവളുമായി ശാരീരികമായി ബന്ധപ്പെടാതെ സമാധാനമുണ്ടാകില്ല. അങ്ങനെ ജീവിച്ചവനാണ് ഫുളൈല്. കൂട്ടുകാര് പറഞ്ഞു, ഫുളൈല് ഞങ്ങളൊരു പെണ്ണിനെ കാണിച്ചു തരാ. നീ അത്ര വലിയ ധൈര്യമുള്ളവനാണെങ്കിൽ അവളെ ഒന്ന് നീ കീഴ്പ്പെടുത്തടാ, അവളെ നീ ഒന്ന് പരാജയപ്പെടുത്തു. ഫുളൈൽ ഇബ്നു അയ്യാദ് തയ്യാറാവുകയാണ്. ആ സുന്ദരിയായ പെണ്ണിന്റെ പുറകെ നടന്ന് തന്റെ മോഹങ്ങൾ പറയുകയാണ്. പക്ഷേ അവൾ അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന പെണ്ണായിരുന്നു. ഫുളൈൽ പറയുന്നത് കേൾക്കാതെ നടക്കുകയാണ്. അവസാനം നാണക്കേടായടോ, വല്ലാത്ത വാശിയായടോ, ആരുമില്ലാത്ത സമയത്ത് ആ പെണ്ണിന്റെ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറുകയാണ്. റബ്ബേ, പെണ്ണിന്റെ വീടിന്റെ അകത്ത് കയറിയിട്ട് പറഞ്ഞു, എനിക്ക് നിന്നെ വല്ലാത്ത ഇഷ്ടമാണ്, ഒരു പ്രാവശ്യം എന്റെ മോഹമൊന്ന് സാധിപ്പിച്ചു തരാൻ. ആ പെണ്ണ് പറഞ്ഞു, ഞാൻ തയ്യാറല്ല, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവളാണ് ഞാൻ. ഫുളൈലിന് ദേഷ്യമായി. ആ പെണ്ണിനെ ബലാത്സംഗം ചെയ്യുകയാണ്. വസ്ത്രങ്ങൾ മുഴുവനും വലിച്ചു കീറി ആ പെണ്ണിനെ വ്യഭിചരിക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിട്ട് ആ പെണ്ണിന്റെ കാൽച്ചുവട്ടിൽ ഫുളൈൽ ഇബ്നു അയ്യാദ് ഇരിക്കുകയാണ്. പടച്ചവനെ, പെണ്ണ് നിലവിളിക്കുന്നുണ്ട്, കൈകാലുകൾ കൊണ്ടെന്നെ വിടുന്ന് പറഞ്ഞ് അവനെ തള്ളി മാറ്റുന്നുണ്ട്. പക്ഷേ ഫുളൈൽ വല്ലാത്ത ആരോഗ്യവാനാണ്. ആ പെണ്ണിനെ വ്യഭിചരിക്കാൻ തയ്യാറാകുമ്പോ അതാ ഖുർആൻ ഓതുന്ന ശബ്ദം കേൾക്കുകയാണ്. ആരോ ഒരുമ്മ ഇവിടെ ഇരുന്നു കൊണ്ട്, തന്റെ വീട്ടിലിരുന്നു കൊണ്ട് ഖുർആൻ ഓതുകയാണ്. അലം യഅനില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. അലം യഅനില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. ഈ ആയത്തങ്ങ് കേട്ടപ്പോ നിലവിളിച്ചിരുന്ന പെണ്ണ് അനങ്ങുന്നില്ല. കൈകാലുകൾ കൊണ്ട് തെട്ടിമാറ്റിയ പെണ്ണിന്റെ കൈകാലുകൾ അനങ്ങുന്നില്ല. ആ പെണ്ണ് നിശബ്ദയായിരിക്കുകയാ. ഫുളൈൽ ചോദിക്കുന്നു, പെണ്ണേ, നീ സമ്മതിച്ചതാണോ? നീ സമ്മതിച്ചതാണോ? ആ പെണ്ണ് ചോദിക്കുന്നു, ഫുളൈലേ, ഒരുപാട് വ്യഭിചരിച്ചില്ലേ, ഒരുപാട് ആസ്വദിച്ചില്ലേ, ഒരുപാട് സുഖിച്ചില്ലേ? അല്ലാഹു ചോദിക്കുന്നത് കേട്ടില്ലേടാ ഫുളൈലേ? അലം യഅനില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. നന്നാകാ സമയമായില്ലേ? അതുകൊണ്ട് പായിപ്പാട് പള്ളിയിൽ ഇന്നലെ മുതൽ ഇന്ന് രാത്രി വരെ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ കേട്ടവര്, പലതും കണ്ടവര്, 7ാം ക്ലാസ്സിൽ ഖുർആൻ പഠിക്കാൻ തുടങ്ങി. 9ാം ക്ലാസ് പഠിച്ചവനെ 9 വയസ്സായപ്പോ 7 വയസ്സിൽ പഠിക്കാൻ തുടങ്ങി. 9ാമത്തെ വയസ്സിൽ ഹാഫിളായ പൊന്നുമകളാണ്. പഠിച്ചവന് ഗെയിം കളിച്ച് നടക്കേണ്ട പ്രായത്തിലുള്ള പൊന്നുമോളാണ്. അല്ലാഹുവേ, ഇവിടെ വന്ന് ഫസ്റ്റ് പ്രൈസ് 1 പവൻ സ്വർണവും
വാങ്ങി നിങ്ങളുടെ കണ്ണിന്റെ മുമ്പിലിരുന്ന് ഖുർആൻ ഓതിയിട്ട് ഇറങ്ങിപ്പോയത്, ഇതിനെക്കാളും ഇനി ഒരു ഉപദേശവും എനിക്ക് തരാനില്ലടോ. അത് കണ്ടിട്ട് നിന്റെ മനസ്സ് തുറക്കുന്നില്ല. എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് ഉമ്മമാരോട് പറയുകയാ, അല്ലാഹുവേ നിങ്ങളുടെ പള്ളിയിൽ തുടങ്ങിയ ഹിഫ്ള് ഖുർആൻ കോളേജിൽ നിന്ന് ആദ്യത്തെ ഹാഫിൽ ഇറങ്ങുമ്പോ പടച്ചവനെ പായിപ്പാടുകാര് സങ്കടപ്പെടണമടോ. എന്തിനാണെന്നറിയോ? പടച്ചവനെ ഈ നാട്ടുകാരനായ ഒരു മകനല്ലാതെ പോയല്ലോ. അത് പായിപ്പാടുകാരനായിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു. നമ്മുടെ മഹല്ലുകാരനായിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു. പടച്ചവനെ ഖുർആനിനെ ആദരിക്കുന്ന ഒരു നാടാടോ. അതിന് ഏറ്റവും വലിയ തെളിവെന്തെന്നറിയുമോ? പടച്ചവനെ ഷാജി അണ്ണന്റെ മകൻ എരിമേലിയിൽ ഹാഫിളാകുന്ന ദിവസം അല്ലാ, ആ സദസ് കണ്ടാ മനസ്സിലാകുമടോ. ആ സദസ് കണ്ടാൽ പടച്ചവനെ എത്രത്തോളം ഒരു ഹാഫിളിന്റെ പദവി എന്താണെന്ന് മനസ്സിലാവുകയാണ്. ഈ പള്ളിയിലെ സർവ്വ ഉസ്താദന്മാരുമുണ്ട്. ഞാനുണ്ട്, സലീം ഉസ്താദുണ്ട്, ആരിഫ് ഉസ്താദുണ്ട്, സമദ് ഉസ്താദുണ്ട്. എല്ലാ ഉസ്താദന്മാരും ആ മജ്‌ലിസിലുണ്ട്. അത് മാത്രമല്ല, ഈ ജമാഅത്തിന്റെ പ്രസിഡന്റും സെക്രട്ടറി ഉൾപ്പെടെ പല കമ്മിറ്റിക്കാരും പടച്ചവനെ അവിടെ ഇരിക്കുന്നുണ്ട്. ഈ മഹല്ലിൽ ആദ്യത്തെ ഹാഫിളായ ചെറുപ്പക്കാരൻ, ആ പൊന്നുമോന് ഹാഫിളാകുന്ന മജ്‌ലിസിൽ എന്തൊരാദരവെന്നറിയുമോ? അവൻ അതിനേക്കാളും വലിയ ഒരു ഭാഗ്യം കിട്ടാനില്ല. അല്ലാഹുവേ, മാതാപിതാക്കളെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന മകനാക്കണേ തമ്പുരാന്. അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഉമ്മമാരോട് പറയുകയാണ്, ഉമ്മാ നിനക്കും അല്ലാഹു മക്കളെ തന്നിട്ടില്ല. ഇത് നിന്റെ മഹല്ല ഉമ്മ. വാപ്പാ, ഇത് നിന്റെ നാട്, നിന്റെ മഹല്ല്, നിന്റെ കുടുംബക്കാര്, ഉസ്താദന്മാര് വരും പോകും, ഞങ്ങൾ വരുന്നു പോകുന്നവരാ. പക്ഷേ ഇത് നിങ്ങളുടെ നാടാണ്, നിങ്ങളുടെ മഹല്ലാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പഠിക്കാ. അല്ലാഹു നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന മക്കളെ കൊണ്ടുവന്ന് ഇവിടെ ഏൽപ്പിച്ചോ. അൽഹംദുലില്ലാഹ്, ആത്മീയമായിട്ടും ഭൗതികമായിട്ടും രണ്ട് വിദ്യാഭ്യാസവും ഇടകലർത്തിയിട്ട് അൽഹംദുലില്ലാഹ് ഖുർആൻ പഠിപ്പിച്ച ഹാഫിളാക്കി നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കാമെന്ന് ഞങ്ങൾ ഉറപ്പു തരാ. ബഹുമാനായ ആരിഫ് ഉസ്താദ് എന്ത് സന്തോഷത്തോടെയാ പറഞ്ഞതെന്നറിയോ? വിളിച്ചുകൊണ്ട് പോകും, പടച്ചവനെ എന്റെ മകൻ 8 ജുസുവായുള്ള 9 ജുസുവായുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് കമ്മിറ്റിക്കാരിരിക്കുന്ന സദസ്സിൽ വന്നിട്ട് അവന്റെ പ്രിയപ്പെട്ട പിതാവ് വാശി കൊണ്ടല്ലടോ, വൈരാഗ്യം കൊണ്ടല്ലടോ, തന്റെ പൊന്നാര മകനെ ഹാഫിളായി കാണാനുള്ള കൊതി കൊണ്ടാണ് ആ പിതാവ് സംസാരിച്ചപ്പോ പടച്ചവനെ അവനെ ഹാഫിളാക്കിയിട്ട് ആരിഫ് ഉസ്താദ് പടച്ചവനെ പറയണം, സഹോദരാ, ആ പൊന്നുമോനെ വല്ലാതെ ഇഷ്ടപ്പെട്ട, അവന്റെ കാര്യത്തിൽ പ്രത്യേകമായിട്ടൊരു പരിഗണന കൊടുത്ത ഉസ്താദാണ്. റബ്ബേ സ്വീകരിക്കണേ തമ്പുരാന്, അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ. ഞാൻ പറഞ്ഞത് നിങ്ങളുടെ മക്കളെ ഞങ്ങളുടെ കയ്യിൽ കൊണ്ടുവന്ന് ഏൽപ്പിച്ചാൽ, ഈ ഉസ്താദന്മാരുടെ കയ്യിൽ ഏൽപ്പിച്ചാൽ ഇൻഷാ അല്ലാ 40 പേരെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ അർഹതയുള്ള നിങ്ങളുടെ മക്കളെ കൊണ്ടുവന്ന് എന്നെ ഏൽപ്പിക്കാൻ ഞാൻ പറയണില്ല. ഞാൻ വല്ലപ്പോഴും വന്നു പോകുന്നവനാ. അതുകൊണ്ട് എന്നെയല്ല, ഇവിടെ കൊണ്ടുവന്ന് നിങ്ങളുടെ മക്കളെ ഏൽപ്പിച്ചാൽ നിങ്ങളുടെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടും. നിങ്ങനെയും നിന്റെ കുടുംബക്കാരെയും 40 പേരെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ അർഹതയുള്ള ഒരു മകനാക്കി നിങ്ങളുടെ കയ്യിലേക്ക് തിരിച്ചു തരാം. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് അൽഹംദുലില്ലാ, എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നു, എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, അൽഹംദുലില്ലാ, നിങ്ങളെല്ലാവരും നിങ്ങളുടെ കുടുംബങ്ങളിൽ ഒരാളെ ഹാഫിളാക്ക്. ഇൻഷാ അല്ലാഹ് നമ്മളിവിടെ പഠിപ്പിക്കാൻ കഴിയുന്നത് MGM-ൽ പോകേണ്ടവർക്ക് അവിടെ പോകാം. ഇംഗ്ലീഷ് മീഡിയമുണ്ട്, മലയാളം മീഡിയം ഉണ്ട്, CBSE സ്കൂളുണ്ട്, MST ഉണ്ട്. എവിടെയാണോ പഠിക്കുന്നത് ഇൻഷാ അല്ലാഹ് മക്കളെ സ്കൂളിൽ വിട്ട് പഠിപ്പിക്കുന്നുണ്ട്. കഴിവിൻ്റെ പരമാവധി അവർക്ക് ട്യൂഷൻ കൊടുക്കുന്നുണ്ട്. ഇവിടെ പഠിക്കുന്ന ഏതെങ്കിലും വിദ്യാർത്ഥിയോട്, സാധാരണ ഒരു സ്ഥാപനത്തിൽ പഠിക്കുന്ന കുട്ടികൾ അത്തായും അമ്മായും വന്നാൽ കൂടെ വീട്ടിൽ പോകും. എടാ നീ പോകുന്നില്ലേ എന്ന് ചോദിച്ചാൽ അവൻ പറയുന്നു, ഉസ്താദെ ഞങ്ങളെ വീട്ടിൽ വിടണ്ടെന്നാണ് പറയണേ. കാരണം അവൻ്റെ വീട്ടിൽ കിട്ടുന്നതിനേക്കാളും സന്തോഷവും സമാധാനവും അവൻ ഇവിടെ കിട്ടുന്നുണ്ട്. അൽഹംദുലില്ലാ, അള്ളാഹു മക്കൾ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ആ മക്കൾക്ക് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, അതുകൊണ്ട് അൽഹംദുലില്ലാ, എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, നിങ്ങളുടെ മക്കളെ കൊണ്ടുവന്ന് നമ്മുടെ ഉസ്താദന്മാരുടെ കയ്യിൽ ഏൽപ്പിക്ക്. അൽഹംദുലില്ലാ, നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് 40 പേരെ